എൻ്റെ വൈഫ് ഉണ്ടല്ലോ അടിപൊളി കുക്കാണ്. എൻ്റെ അമ്മ, എൻ്റെ അമ്മായി അമ്മ, ഈ 3 പേരുടെയും പരീക്ഷണ വസ്തുവാണ് ഞാൻ. എന്തെങ്കിലും ഒരു കുറവ് പരീക്ഷണത്തിൽ ഉണ്ടായിട്ടുണ്ടോ നോക്കിയേ? എങ്ങോട്ടാ നോക്കിയത്? പിന്നെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അമ്മയും ഭാര്യയും തമ്മിൽ അടിയാണെന്ന് വിചാരിക്കുക. മോൻ്റെ കാര്യം പറഞ്ഞിട്ട് അടിയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവർ തമ്മിൽ പിണക്കാന്ന് വിചാരിക്കുക. അപ്പോൾ ഭർത്താവ് ചെയ്യണമെന്ന് വെച്ചാൽ 2 പേരുടെ അടുത്തും ടെററായിട്ട് നിൽക്കുക, ഫുൾ ടെറർ, 2 ആളെയും മിരട്ടുക. അപ്പം നമ്മളെ നന്നാക്കാൻ വേണ്ടി അവരൊന്നാവും. കണ്ടാ, ആളുകൾ ഉമ്മ തരണ്ട. ഭർത്താക്കന്മാരൊന്ന് കൈപൊക്കി ഭാര്യയുമായിട്ട് തല്ലുകൂടിയാൽ ആദ്യം വരുന്ന വാക്കുകളുണ്ടല്ലോ അത് പറയരുത്, 2ാമത് വരുന്നതും പറയരുത്, 3ാമത്തതേ പറയാവൂ. ഓക്കെ, എന്നാൽ ജീവിതം രക്ഷപ്പെടും. എൻ്റെ വൈഫ് ലേണിംഗ് ലൈസൻസ് എടുത്തിട്ട് ലൈസൻസ് ഒന്നും കിട്ടിയിട്ടില്ല, 5 പ്രാവശ്യം ടെസ്റ്റിന് പോയി പൊട്ടിയ മനുഷ്യൻ. അതിൻ്റെ ഒരു അഹങ്കാരം ഇത് ഓടിക്കുമ്പില്ല, പറന്ന് പോവാണ്. അപ്പോൾ നേരെ ഒരു ലോറി കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് ചവിട്ട് എന്ന് പറഞ്ഞു. ബ്രേക്കല്ല, ആക്സിലേറ്റർ ആണ് ചവിട്ടിയത്. നേരെ പോയി ലോറിയുടെ ബാക്കിലോട്ട് ഇടിച്ചു. എനിക്ക് ആദ്യമായിട്ട് വന്ന സാധനം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നിന്റെ അപ്പം കൊണ്ടുവന്ന് തരുമെന്നാണ് എനിക്ക് ആദ്യം വന്നത്. അത് ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നിന്നോട് 100 പ്രാവശ്യം പറഞ്ഞില്ലേ ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ABC. അതാണ് വന്നത്. അതും ഞാൻ പറഞ്ഞില്ല. 3ാമത്തെ ഞാൻ പറഞ്ഞു, സാരല്ല, ഈ വണ്ടിക്കാർ ചെയ്ത എന്തോ ഒരു മിസ്റ്റേക്കാണ്. കാരണം അവരെന്ത് പരിപാടിയാണ്, ഈ ബ്രേക്കിൻ്റെ തൊട്ടടുത്ത് ആക്സിലേറ്റർ വെച്ചതുകൊണ്ടല്ലേ എൻ്റെ മുത്ത് അറിയാതെ ചവിട്ടിയത്. അപ്പോൾ അവള് സൈഡാക്കിയിട്ട് പറഞ്ഞു, അതാ ഞാനും ആലോചിക്കുന്നു. അവൻ ഞാൻ ആ ഡാഷ് ബോർഡിന് മുകളിലേക്ക് തലണ്ടിടിച്ചു. അപ്പോൾ അവള് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, പ്രാക്ടീസ് ചെയ്താണ്, ഇനി പോവാളല്ലേ. എൻ്റെ വൈഫിനെ കുറിച്ചൊക്കെ ഞാൻ പറയാറുണ്ട്. ഇവള് 5 പ്രാവശ്യം ടെസ്റ്റിന് പോയി, കാറിൻ്റെ ടെസ്റ്റിന് 5 പ്രാവശ്യം പൊട്ടി. ഒരു നാണവും മാനവും ഇല്ല കേട്ടോ. MVDയോട് ഞാൻ ചോദിച്ചു, MVD എൻ്റെ ഫാനാണ്. അപ്പോൾ MVD ഞാൻ ചോദിച്ചു, സാറേ എന്താ സംഭവിച്ചു? അപ്പോൾ അയാൾ പറഞ്ഞു, ഒരു കമ്പി ബാക്കി നിർത്തിയെങ്കിൽ ഞാൻ കൊടുത്തേരും. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താ ചെയ്ത്? അപ്പൊ അവള് പറഞ്ഞു, അത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ 4 കമ്പി പോയി. പിന്നെ ഞാനവിടെ ആഘോഷിച്ചു. ഒറ്റയ്ക്ക് ഓടിക്കണമെന്ന് ആഗ്രഹം ഇവൾക്ക്. ഞാൻ എൻ്റെ കാർ എടുത്തിട്ട് പോയി. രാവിലെ 7 മണിക്ക് 7:30 ആകുമ്പോൾ എനിക്കൊരു ഫോൺ. ഞാൻ ചെന്ന് നോക്കുമ്പോൾ എൻ്റെ കാറ് പച്ചക്കറിക്കടയുടെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കട ഇടിച്ച് പൊളിച്ച ഒരു ഭാവം ആ മുഖത്തില്ല. ഞാൻ ചെല്ലുമ്പോ പയറൊക്കെ പൊട്ടിച്ച് കളിക്കാതെ. അവളെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെ പറയെങ്കിലും അവളാണ് കേട്ടോ നമ്മുടെ യഥാർത്ഥ ശക്തി.